അയ്യങ്കുന്ന് വില്ലേജിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേ നടപടി വിജയകരമായി പൂർത്തിയാക്കാൻ സ്ഥലം ഉടമകളുടെ സഹകരണം വേണമെന്ന് PC ജോസ് ആവശ്യപ്പെട്ടു. 1283 സർവേ നമ്പറിൽ വനാതിർത്തി കൂടി ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് വനം വകുപ്പിന്റെ NOC ആവശ്യമാണ്. ഈ തടസ്സം ഒഴിവാക്കി കിട്ടുന്നതിന് പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് റീസർവേ നടത്താൻ സർക്കാർ തീരുമാനിക്കുകയും നടപടി പുരോഗമിക്കുകയുമാണ്. എന്നാൽ സ്ഥല ഉടമകളുടെ കൂടി സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂവെന്നും ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും PC ജോസ് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ 92 മുതൽ പരിഹാരമാകാതെ കിടക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ റീസർവേ എന്നത്. വന അതിർത്തികളോട് ചേർന്ന് 7000-ഓളം ഏക്കർ സ്ഥലം 1293 എന്ന ഒരു കൂട്ട സർവേ നമ്പറിൽ കിടക്കുകയാണ്. ഈ കൂട്ട സർവേ ഈ 7500 ഏക്കർ സ്ഥലത്ത് കർഷകരും വനഭൂമിയും മിച്ചഭൂമിയും എല്ലാം അടങ്ങുന്നുണ്ട്. ആയതുകൊണ്ട് അവിടുത്തെ ഈ ഭൂമിയിൽ ഒരു ക്രയവിക്രയം നടക്കണമെങ്കിൽ, കൊടുക്കൽ നടക്കണമെങ്കിൽ, വാങ്ങൽ നടക്കണമെങ്കിൽ, സ്ഥലത്തിന് വായ്പ ലഭിക്കണമെങ്കിൽ ഒക്കെ തന്നെ വനം വകുപ്പിൻ്റെ നിരാക്ഷേപ പത്രം ആവശ്യമാണ്. അത് പണ്ട് ശ്രീ നൂറുദ്ദീൻ സാഹിബ് വനം മന്ത്രിയായിരുന്ന കാലത്ത് പരാതി കൊടുത്ത ആ NOC സമ്പ്രദായം ഒന്ന് നിർത്തിവെച്ചതാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ NOC സമ്പ്രദായം തിരിച്ചു വന്നു. ഞങ്ങൾ അക്കാലത്ത് ജില്ലാ കളക്ടറും തലശ്ശേരി തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സന്ദർശിച്ച് ഇത് വലിയ ഒരു ബാലികേറാമലയാണ്. ഈ NOC സമ്പാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ്, റേഞ്ച് ഓഫീസ്, ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസ്, ഇങ്ങനെ വിവിധങ്ങളായ ഓഫീസുകൾ കയറി ഇറങ്ങി വർഷങ്ങളോളം വർഷങ്ങൾക്കപ്പുറം നീളുന്ന നടപടിക്രമങ്ങൾ ആവശ്യമുണ്ട്. വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ജോലി, ഇതൊരു പ്രധാനപ്പെട്ട ജോലിയല്ലാത്തതുകൊണ്ട് അവരെപ്പോഴെങ്കിലുമാണ് തരിക. ഈ ആവശ്യത്തിന് വേണ്ടി ഇടപെടുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സാമ്പത്തിക ബാധ്യതയും സമയനഷ്ടവും വലിയ നിരാശയും വരുന്നൊരു സംഭവമായിരുന്നു. ഇതിൻ്റെ പരിഹാരം തേടി ചെന്നപ്പോഴാണ് ഈ റീസർവേ നടപടിയല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞത്. ആ സമയത്ത് 92-ൽ അയ്യങ്കുന്നിലെ ആനപ്പന്തി ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ചിട്ട് മലയോര കർഷകരുടെ ഒരു യോഗം അന്നത്തെ MLA ശ്രീ KP നൂറുദ്ദീൻ സാഹിബിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ KS ചാക്കോച്ചേട്ടൻ്റെ മറ്റൊക്കെ നേതൃത്വത്തിൽ മലയോരത്തെ നൂറുകണക്കിന് കർഷകർ ചേർന്ന് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരു കർമ്മസമിതി രൂപീകരിക്കുകയുണ്ടായി. ശ്രീ അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ് അതിൻ്റെ പ്രസിഡന്റും ഞാൻ അതിൻ്റെ സെക്രട്ടറിയുമായിട്ടാണ് 11-അംഗ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ആ കമ്മിറ്റിയിലെ ആളുകൾ ഇപ്പോൾ 2-3 പേര് മാത്രമാണ്. ബാക്കിയുള്ള പ്രായമായ ആളുകളൊക്കെ തന്നെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞു. ഞങ്ങൾ ശ്രീ നൂറുദ്ദീൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ റവന്യൂ മന്ത്രി ശ്രീ KM മാണി സാറിനെ തിരുവനന്തപുരത്ത് പോയി കണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ റീസർവേ നടത്തി നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുള്ള ഉത്തരവ് ആക്കി ഞങ്ങളുടെ കയ്യിൽ തന്ന് ഞങ്ങൾ കണ്ണൂർ വന്ന് കളക്ടർക്ക് കൊടുക്കുകയുണ്ടായി. കളക്ടർ അത് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറി. പക്ഷേ അത് സർവേ ആരംഭിക്കാൻ ആവശ്യമായ സ്റ്റാഫോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ആ കാര്യങ്ങൾക്ക് വേണ്ടി കുറേ നടന്നതിന് ശേഷമാണ് അയ്യങ്കുന്നിലേക്ക് ഒരു പ്രത്യേക സർവേ ടീമിനെ, ഒരു 10-അംഗ സർവേയർമാരും ഒരു ഹെഡ് സർവേയറുമായിട്ടുള്ള ഒരു സർവേ സംഘത്തെ അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ണൂർ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ അത് അയ്യങ്കുന്നിലേക്ക് മാത്രമായിട്ട് വിടാൻ തയ്യാറായില്ല. ആറളം ഉൾപ്പെടെ കൊട്ടിയൂർ, കേളകം, കണിച്ചാർ, അങ്ങനെ 7 വില്ലേജുകളിലെ റീസർവേക്ക് വേണ്ടി ഈ സർവേയർമാരെ വിടാം എന്നാണ് അന്നത്തെ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ചന്ദ്രശേഖരൻ സാർ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഈ NOC പ്രശ്നം നിലനിൽക്കുന്ന അയ്യങ്കുന്നിലെ വിഷയം കഴിഞ്ഞിട്ട് പോരെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. നമ്മൾ വീണ്ടും ഗവൺമെൻറ്റിൽ തിരുവനന്തപുരത്ത് പോയിട്ട് അന്നത്തെ ഒരു റവന്യൂ കമ്മീഷൻ സെക്രട്ടറി ശ്രീ MG കൃഷ്ണമൂർത്തി സാറിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ ഉത്തരവ് മരവിപ്പിച്ച് ഈ 10 സർവേയർമാരെയും ഒരു ഹെഡ് സർവേയറെയും അയ്യങ്കുന്നിലെ ജോലി പൂർത്തീകരിക്കാൻ വേണ്ടി ഉത്തരവ് നൽകി. ആ ഉത്തരവുമായി ഇവിടെ വരുമ്പോൾ പുതിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ സർവേ ചെയ്യാൻ ആവശ്യമായ സർവേ കല്ലില്ല. ഈ സർവേ കല്ല് സപ്ലൈ ചെയ്യുന്നത് കൽപ്പറ്റക്കാരനായ ഒരു പെരിയസ്വാമി, ഒരു തമിഴ്നാട്ടുകാരനായ ഒരു പെരിയസ്വാമിയാണ് സർവേ കല്ല് സപ്ലൈ ചെയ്യുന്നത്. അദ്ദേഹത്തിന് കൽപ്പറ്റയിൽ നിന്ന് ഇവിടെ കല്ല് കൊണ്ട് കൊടുത്താൽ ഒരു തരത്തിൽ മുതലാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഭാവം കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പ്രാദേശികമായി നമ്മുടെ നാട്ടിൽ കൽപ്പണി അറിയാവുന്ന ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് ഒരു കല്ലിന് 25 രൂപ പ്രകാരം സ്ഥല ഉടമകളോട് വാങ്ങി കൊടുത്ത് ഇവിടെ കല്ല് മുറിച്ചു കൊടുത്ത് കല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തുടങ്ങുകല്ലെന്ന് ചോദിക്കുമ്പോഴാണ് പിന്നീട് പുതിയ പ്രശ്നം വരുന്നത്. ഫോറസ്റ്റിൻ്റെ അജണ്ടയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തുക.
സർവേ ടീമും വനം ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് സംയുക്ത പരിശോധന നടത്തി തീർപ്പ് കൽപ്പിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. ആ സംയുക്ത പരിശോധന അനന്തമായി നീണ്ടുപോയി. പ്രശ്നങ്ങൾ നീണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സർക്കാരിൻ്റെ ഈ സമ്പർക്ക പരിപാടികൾ വീണ്ടും പരാതിപ്പെട്ട് വനം വകുപ്പുകാർ സ്ഥാപിച്ചിട്ടുള്ള ജണ്ട അനുസരിച്ച് റീസർവേ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുണ്ടായി. ഈ ഉത്തരവുകളെല്ലാം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പാലത്തുംകടവിൽ അങ്ങ് കിഴക്കേ അറ്റം പാലത്തുംകടവ് മുതൽ അവിടെ സർവേ വിജയകരമായി ആരംഭിച്ച് മുടിക്കയം പാറയ്ക്കാമല വാണിയപ്പാറ തട്ട് ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സർവേ ടീമിനെ മറ്റ് ജോലികൾക്കായി മാറ്റുന്നത്. മറ്റ് ജോലികൾക്കെന്ന് പറഞ്ഞാൽ മൂർക്കമ്പറമ്പ്, മട്ടന്നൂർ മൂർക്കമ്പറമ്പ് വിമാനത്താവള സർവേക്ക് വേണ്ടി ഈ സർവേ സംഘത്തെ അങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അത് കഴിയാതെ കിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അത് കഴിയുന്നിടം വരെ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താണ്, ഈ സർവേ സംഘത്തെ പാലത്തുംകടവ് ബാരാപോൾ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ഇവരെ വീണ്ടും അങ്ങോട്ട് നിയമിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 92 തുടങ്ങിയ ഈ ഒരു പ്രവർത്തനം, ഇത് എന്താ പറഞ്ഞാൽ നമ്മളിൽ ഇടപെട്ടും പോയി ഇത്ര യാത്ര ചെയ്ത് പോയി ഇതിനൊരു പര്യവസാനം കാണാതെ എങ്ങനെ പിന്മാറുന്നുള്ള ഒരു മാനസിക സംഘർഷത്തിൽ ഇതിൻ്റെ പ്രവർത്തകരായ ഞങ്ങളൊക്കെ എത്തിച്ചേർന്നു. ഏതായാലും കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ ചന്ദ്രശേഖരൻ സാറിനെ കണ്ട് അദ്ദേഹത്തെ ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഈ പരിപാടി തുടങ്ങുമ്പോൾ അയ്യങ്കുന്നിന് മുൻതൂക്കം നൽകി അയ്യങ്കുന്നിലെ പരിപാടി തീർത്ത് നിങ്ങളെ NOC പ്രശ്നത്തിൽ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വന്ന് അങ്ങാടിക്കടവിൽ ക്യാമ്പ് ഓഫീസൊക്കെ തുറന്ന് എടൂര് വെമ്പുഴയുടെ ഇപ്പുറം അയ്യങ്കുന്ന് ഭാഗത്ത് സർവേ തുടങ്ങിയപ്പോൾ അവിടെ കർഷകരുമായി തർക്കം വന്നു. അവിടെ തോട്ടീണ്ടി പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയും വലിയ വിവാദമാകുകയും പിന്നെ അതിൻ്റെ സർവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ, സർവേ ഡയറക്ടർ, MLA, കളക്ടർ മുതലായ ആളുകളൊക്കെ ആയി ബന്ധപ്പെട്ട് ചില സമവായത്തിൽ കൂടിയാണ് ആ സർവേ അന്ന് അപ്പോഴേക്കും അയ്യങ്കുന്നിൽ വിഭജിച്ച് വന്ന കരിക്കോട്ടക്കരി വില്ലേജ് മാത്രം സർവേ പൂർത്തീകരിച്ചു. ആ കരിക്കോട്ടക്കരി വില്ലേജിൽ പെടുന്ന ഈന്തങ്കിരി വാർഡ് ഒഴിച്ചിട്ട് ഈ 1293 NOCയുടെ പ്രശ്നം ഇല്ലാത്ത ഏരിയ മാത്രം അവർ സർവേ പൂർത്തീകരിച്ചിട്ട് സർവേ സംഘം മടങ്ങുകയുണ്ടായി. അങ്ങനെ നിരാശയിലിരിക്കുമ്പോൾ കഴിഞ്ഞ ജൂലൈ മാസം പിണറായി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുജനങ്ങളിൽ നിന്നൊരു പരാതി സ്വീകരിക്കുന്നു എന്നുള്ളൊരു പത്രവാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഒരു ഞായറാഴ്ചയാണ് ഈ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഈ പരിപാടി നടക്കുന്നത്. ശനിയാഴ്ചയാണ് എനിക്ക് പത്രത്തിൽ ഇത് കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഞാനവിടെ പോയി CM-നെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ ഏതായാലും ഭാഗ്യത്തിന് അദ്ദേഹത്തെ കാണാൻ പറ്റി. ഈ നിവേദനം കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. ഇത് റവന്യൂ മന്ത്രിക്കും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും അയച്ചു. പിന്നെ പുറകെ സർവേ ഡയറക്ടർക്ക്, കളക്ടർക്ക്, ADM-ന് ഒക്കെ അയച്ചതായിട്ടുള്ള മെസ്സേജ് എൻ്റെ ഫോണിൽ വരികയുണ്ടായി. അങ്ങനെ വന്ന് കണ്ണൂർ പോയി സർവേ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ADM, ജില്ലാ കളക്ടർ മുതലായ ആളുകളെ കണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെയും കൂടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് പോയി സർവേ ഡയറക്ടറെ കണ്ട് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചപ്പോൾ അടുത്ത ആഴ്ച തന്നെ, അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ എൻ്റെ സാന്നിധ്യത്തിൽ ഡയറക്ടറേറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊരു വട്ടമേശ സമ്മേളനം നടത്തി അടുത്ത ആഴ്ചയിൽ അയ്യങ്കുന്നിൽ തുടങ്ങി 6 മാസം കൊണ്ട് പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞാൽ അയ്യങ്കുന്നിൽ പരിപാടി ആരംഭിച്ചു. പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു കെട്ടിടം അത് അവർക്ക് ഓഫീസിനായി ചരളിൽ സംസ്കാര നിലയം ഓഫീസിനായി വിട്ടുകൊടുത്തു. അങ്ങനെ അവിടെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 40% സർവേ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ സർവേ നടക്കുന്ന ചരളോ കച്ചേരിക്കടവോ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്താനും ആളുകൾ സഹകരിക്കാനും എളുപ്പമുണ്ട്. പക്ഷേ ഈ 1293 പറയുന്ന മലയോര പ്രദേശത്തെ സ്ഥലമുടകൾ എവിടെയൊക്കെയാണ് കുറേ ആളുകൾ കുറേ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് വെട്ടിത്തെളിക്കാതെ കൃഷി ചെയ്യാതെ വനതുല്യമായി കിടക്കുകയാണ്. അവിടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഈ പുലി ആനയുടെയൊക്കെ വന്ന് തമ്പടിക്കുന്ന കേന്ദ്രങ്ങൾ അവിടെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ സർവേ ഇങ്ങനെ നടക്കുമ്പോൾ ഈ 40ഓളം സർവേയർമാർ ചേർന്ന് നടക്കുമ്പോൾ ഈ സ്ഥലമുടമകൾ രംഗത്ത് വരികയും അവരുടെ സ്ഥലത്തിൻ്റെ അതിർത്തികൾ തെളിച്ച് കാണിച്ചു കൊടുക്കുകയും അവരുടെ കൈവശമുള്ള രേഖകളുടെ പകർപ്പ്, ആധാറിൻ്റെ പകർപ്പ് കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ സർവേ പൂർത്തീകരിക്കുകയുള്ളൂ. അങ്ങനെ വന്നാലേ ഈ പ്രദേശത്തുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂ. അതിപ്പോൾ ഈ ആളുകൾ, സ്ഥലത്തിൻ്റെ ഉടമകൾ, ഈ മലയോര 1293 മലയോരത്തെ സ്ഥല ഉടമകൾ പലരും പല ഭാഗത്ത്, അയ്യങ്കുന്നിന് പുറത്ത് പല ഭാഗത്തും ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തുമായിരിക്കും. അത്തരം ആളുകൾ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, ആ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം തേടാനിടയായത്. 40ഓളം സർവേയർമാരാണ് ഇവിടെ ജോലി ചെയ്യുന്നതെന്നും മഴക്കാലത്തിന് മുൻപേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രയാസം നേരിടുമെന്നും PC ജോസ് കൂട്ടിച്ചേർത്തു.